കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് നമ്മുടെ ഒരു ജീവിതത്തിൽ തിരക്കേറിയ ഒരു ജീവിതമെന്ന് പറയാം, കഷ്ടം നിറഞ്ഞ ഒരു ജീവിതമെന്ന് പറയാം, കണ്ണുനീര് നിറഞ്ഞൊരു ജീവിതമെന്ന് പറയാം, ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം എന്ന് പറയാം. അപ്പോൾ നമുക്കിങ്ങനെ മാറി മാറി വരുന്ന ജീവിതങ്ങളിൽ നാം ദൈവ ഇഷ്ടം എന്ത് എന്ന് ആലോചിക്കാറുണ്ടോ? ദൈവം എന്താണ് ക്രിസ്തു യേശുവിൽ കൂടെ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു? അല്ലെങ്കിൽ തൻ്റെ ഏകജാതനായ തൻ്റെ പുത്രനെ ഈ ലോകത്തയച്ച് ഞാൻ അവർക്ക് വേണ്ടി നൽകി, എനിക്ക് വേണ്ടി തൻ്റെ മക്കൾ എന്തു ചെയ്യുന്നു എന്ന് ആലോചിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാറുണ്ട്. ഇന്ന് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്ന ഒരു ഉപദേശമാണിത്: എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്ന് പറഞ്ഞാൽ, നമുക്ക് നേരിടുന്ന ഒരു നന്മയായാലും തിന്മയായാലും ദുഃഖമായാലും എന്തായാലും കർത്താവിനെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് അറിഞ്ഞ് നാം എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ്. നിങ്ങൾ ചോദിക്കാം, സഹോദരി, ആ ഒരു സ്തോത്രം ചെയ്യുക എല്ലാ സമയവും നടക്കുമോ എന്ന്. ഞാൻ ഈ ഒരു അനുഭവങ്ങളിൽ കൂടെ എല്ലാം സന്തോഷ ജീവിതത്തിൽ, സങ്കട ജീവിതത്തിൽ, രോഗത്തിൽ, കടഭാരത്തിൽ, ദുഃഖത്തിൽ, മരണ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് എൻ്റെ കരങ്ങളിൽ കൊടുത്ത ആ ദിവസങ്ങൾ, ഇങ്ങനെ പലത് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാമോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നഷ്ടങ്ങൾക്കോ കഷ്ടങ്ങൾക്കോ ദൈവത്തോട് ഞാൻ ചോദ്യം ചെയ്തിട്ടേയില്ല. എന്തെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏത് കാര്യത്തിലും ഒരു ദൈവ ഇഷ്ടമുണ്ട് എന്നെനിക്കറിയാം. എന്നെ തനിച്ചാക്കിയതും അത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ് എന്നെനിക്ക് തിരിച്ചറിവാനുള്ള ഒരു കൃപ എൻ്റെ ദൈവം എനിക്ക് നൽകി. ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനും സ്തോത്രം ചെയ്യുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ, വെൻറ്റിലേറ്ററിലായ ഒരു മനുഷ്യൻ ഹോമയിലായി അതേപോലെ കടന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇത്രയും ഇത് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മോനൊരു മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാനോ പറ്റത്തില്ല. ദൈവരാജ്യം കെട്ടുക എന്നത് ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ദൈവ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കൈപ്പേറിയ ജീവിതത്തെക്കുറിച്ച് അത് മനസ്സിലെ വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കരയാറുണ്ട്, എങ്കിലും ഞാൻ പിറുപിറുക്കാറില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ വേദന വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എനിക്കിത് താങ്ങാനുള്ള ശക്തി തരണമേ എന്ന് ചോദിക്കും. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളേത് ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളേത് അവസ്ഥയിലായാലും ഇരുന്നു കൊണ്ട് കർത്താവിനോട്, കർത്താവേ, എനിക്ക് ഈ ഒരു പ്രതിസന്ധിയെ കടന്നു പോകുവാൻ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കണ്ണുനീരിൻ്റെ പാതയെ കടന്നു പോകുവാൻ, അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം എൻ്റെ അവസാനത്തോളം ഞാൻ മുറുമുറുപ്പില്ലാതെ ഞാൻ ജീവിപ്പാൻ എന്നെ നീ കൃപയാൽ നടത്തുന്നത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ കാലടികൾ മുമ്പോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ജയകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മെ വിട്ട് ചെന്നവർ, അവർ ക്രിസ്തുവിന് വേണ്ടി അവർ ജീവിച്ചു, പലതും ചെയ്തു, ഈ ലോകം വിട്ടു പോയി. അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ നാമും അവിടെ ചെന്ന് എത്തത്തക്ക വിധത്തിൽ നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് അവിടെ ചെന്നവരെ, നമ്മെ വിട്ടു പോയവരെ കാണാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് ഈ ദിവസം എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ജീവിതത്തിൽ നടക്കുന്ന കൈപ്പേറിയ ഏത് അനുഭവത്തിനും കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ പഠിപ്പിൻ. അവൻ നിർബന്ധമായിട്ടും അത് നന്മയ്ക്കായി നടത്തും. അതാണ് ദൈവ ഇഷ്ടവും. എന്തെന്ന് വെച്ചാൽ, കർത്താവിനെ അറിയാതെ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു പൈതലിന് ദൈവത്തെ അറിയാതെ ഒന്നും
ഈ ഭൂമിയിൽ നടക്കത്തില്ല. ആയതുകൊണ്ട് കർത്താവ് നിങ്ങളെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, എന്തെന്ന് തിരിച്ചറിവാൻ, ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിവാൻ ദൈവം കൃപ നൽകട്ടെ. ഏത് പ്രയാസത്തിലും പിറുപിറുപ്പില്ലാതെ ഈ ലോക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, തങ്ങളുടെ ജീവിതം കർത്താവ് അവർ എത്ര വർഷം ജീവിച്ച് തീർത്തു എന്ന് എനിക്കറിയത്തില്ല. ഇവർ ഏത് പ്രായത്തിലുള്ളവർ ഇത് കേട്ടാലും തങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ വന്നുപോയ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ, കർത്താവെ അവർക്ക് ഉണ്ടായ വലിയ ഇഴപ്പുകൾ, കർത്താവെ രോഗങ്ങൾ, കടഭാരങ്ങൾ, കർത്താവെ എന്തുമാകട്ടെ, ജോലിയില്ല, കല്യാണം നടന്നില്ല, അല്ലെങ്കിൽ കർത്താവെ തൻ്റെ രോഗിയായി കിടക്കുന്ന തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ മക്കൾ, ഇങ്ങനെ പലതും കർത്താവെ അവർക്ക് കർത്താവെ കഷ്ടവും നഷ്ടവുമായിരിക്കുമ്പോൾ കർത്താവെ ആ കഷ്ടത്തിൽ കൂടെ, അല്ലെങ്കിൽ ആ നഷ്ടത്തിൽ കൂടെ, ആ സന്തോഷത്തിൽ കൂടെ, ആ ദൈവമേ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ കിട്ടിയ ഒരു ജോലിയിൽ കൂടെ, അല്ലെങ്കിൽ കിട്ടിയ ഒരു വിവാഹ ജീവിതത്തിൽ കൂടെ കർത്താവ് എന്താണ്, കർത്താവ് ഇവരിൽ ഒരു ദൈവ ഇഷ്ടം എന്താണെന്ന്, ക്രിസ്തയേശുവിൽ എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ഒരു കൃപ നൽകണമേ കർത്താവെ. ദൈവമേ, ഈ ലോക ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ആശ്രയം വെച്ച് താങ്കളുടെ ആത്മീക ജീവിതം നഷ്ടമാക്കാതെ കർത്താവെ തൻ്റെ ആത്മാവിനെ കർത്താവെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വരെയും നിൻ്റെ മക്കൾ കർത്താവ് പ്രത്യാശയോടെ നിങ്ങൾ അങ്ങയുടെ ഇഷ്ടം അറിഞ്ഞ് ജീവിപ്പാൻ, കർത്താവെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എല്ലാറ്റിനും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നിൻ്റെ മക്കളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെ വലത് കരം പിടിച്ച് കർത്താവ് നിൻ്റെ രാജ്യത്തിൽ വരുവോളം കൃപയാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.